നിങ്ങളോട് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ യഥാർത്ഥ കാരണം എവിടെയാണ്? ശരീരത്തിലാണോ അതോ മനസ്സിനും അതിൽ ഒരു പങ്കുണ്ടോ? നമ്മൾ സാധാരണയായി വേദന വന്നാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് വേദനിക്കുന്ന ഭാഗത്തെയാണ്. തല വേദനിച്ചാൽ തല, കഴുത്ത് വേദനിച്ചാൽ കഴുത്ത്, പുറം വേദനിച്ചാൽ പുറം, മുട്ട് വേദനിച്ചാൽ മുട്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ആദ്യം ശാരീരികമായ കാരണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ശരീരത്തെ മാത്രം നോക്കിയാൽ എൻ്റെ വേദനയുടെ മുഴുവൻ കഥയും മനസ്സിലാകുന്നു. കാരണം വേദന എന്നത് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു സെൻസേഷൻ മാത്രമല്ല. നമ്മുടെ സ്ട്രെസ്സ്, ഫിയർ, ഉറക്കം, പഴയ അനുഭവങ്ങൾ, വേദനയെക്കുറിച്ചുള്ള പേടി, ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ തുടങ്ങിയവയും നമ്മൾ വേദന അനുഭവിക്കുന്ന രീതിയെ സ്വാധീനിക്കാം. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരാൾക്ക് പുറം വേദനയുണ്ട്. അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുന്നു, ഇത് കൂടുമോ, എനിക്ക് വലിയ പ്രശ്നമാണോ, ഞാൻ പഴയ പോലെ നടക്കുമോ? ഈ പേടി കൂടുമ്പോൾ ശരീരം കൂടുതൽ ടെൻസാകാം, ഉറക്കം കുറയാം, ശരീരത്തിൻ്റെ സ്വാഭാവിക ചലനങ്ങൾ പോലും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേദന, പേടി പ്ലസ് ടെൻഷൻ, വീണ്ടും വേദന, ഇങ്ങനെ ഒരു സൈക്കിൾ രൂപപ്പെടാം. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് കേൾക്കണേ. എല്ലാ വേദനയും മനസ്സിലാണ് എന്നല്ല, അതുപോലെ എല്ലാ വേദനയും ശരീരത്തിൽ മാത്രം അന്വേഷിച്ചാൽ മതി എന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ സമീപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തെയും മനസ്സിനെയും വേർതിരിച്ച് കാണാതെ രണ്ടിനെയും ഒരുമിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരം എന്താണ് പറയുന്നത്? നിങ്ങളുടെ മനസ്സ് എന്താണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? വേദന തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നോ? വേദന കുറഞ്ഞാലും വീണ്ടും വരുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ എക്സസൈസും ചെയ്യാൻ പറ്റുമോ? ഒരു പേപ്പർ എടുത്ത് 2 ചോദ്യങ്ങളൊന്ന് എഴുതാൻ പറ്റുമോ? എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രധാന ബുദ്ധിമുട്ട് എന്താണ്? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ക്യാരി ചെയ്യുന്ന ഏറ്റവും വലിയ ഭാരം എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്താം. കാരണം നമ്മുടെ ലക്ഷ്യം വേദനയെ അവഗണിക്കുകയല്ല, വേദന നമ്മോട് പറയുന്ന മുഴുവൻ കഥയും മനസ്സിലാക്കുകയാണ്. ഞാൻ ടീലർ റഷീദ്. എൻ്റെ മിഷൻ ആളുകളെ അവരുടെ ശരീരത്തെ മാത്രം നോക്കാതെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ഒരു ബാലൻസ്ഡ് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീണ്ടും വരുന്ന വേദനയോ സ്ട്രെസ്സിനൊപ്പം കൂടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആവശ്യമായ മെഡിക്കൽ വിലയിരുത്തൽ അവഗണിക്കാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾ ഇതിൽ കമൻറ്റിൽ ഒന്ന് എഴുതാമോ? ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. കൂടുതൽ മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് വീഡിയോകൾക്കായിട്ടും പുതിയ ചിന്തകൾക്കായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.